കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം PSCയിലേക്ക് ആവശ്യപ്പെടുന്ന പല രേഖകളും ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റമെന്ന നിലയിൽ വിവരാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പ്രയോജനപ്രദമാണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓഫീസ് മാനുവലും അതുപോലെ തന്നെ രഹസ്യരേഖയല്ലെന്നും അവ ആവശ്യപ്പെടുന്നവർക്ക് വായനയ്ക്കും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും നൽകണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. PSCയുടെ പ്രവർത്തനത്തിലെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുമെന്നതിനാൽ അവ നൽകാൻ കഴിയില്ലെന്ന വിശദീകരണം തള്ളിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ശ്രീ ഡോക്ടർ അബ്ദുൾ ഹക്കീം ഉത്തരവിറക്കിയത്. ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന വിധം, ഉത്തരക്കടലാസുകൾ കൈകാര്യം ചെയ്യുന്ന രൂപം തുടങ്ങി സ്വാഭാവികമായി സംരക്ഷിക്കേണ്ട രഹസ്യ വിവരങ്ങൾ ഒഴികെയുള്ളവയെല്ലാം പൗരന്മാർക്ക് അറിയാൻ അവകാശമുണ്ടെന്നും അത് നിഷേധിക്കരുതെന്നും കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. PSCയുടെ പ്രവർത്തനങ്ങളെ സുതാര്യമായിരുന്നാൽ മാത്രം പോരാ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി വേണം. കോഴിക്കോട് പയ്യോളി നമ്പൂതിരി മഠത്തിൽ NM ഷനോജ് കോഴിക്കോട് ജില്ലാ ഓഫീസിൽ നൽകിയ ഹർജി അവിടെ നിന്നും തിരുവനന്തപുരം ആസ്ഥാനത്തേക്ക് അയച്ചിരുന്നു. അത് നിഷേധിച്ചതിനെ തുടർന്ന് വിവരാവകാശ കമ്മീഷന് സമർപ്പിച്ച അപ്പീൽ അനുവദിച്ചാണ് കമ്മീഷണറുടെ ഉത്തരവ്. ഇതുപ്രകാരം അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഇന്ത്യൻ വിവരാവകാശ നിയമം വകുപ്പ് 10(2)(a)(b) എന്നിവയുടെ അനുമതിക്കനുസരിച്ച് തരംതിരിച്ച ശേഷം നൽകണം. നൽകാത്ത വിവരങ്ങൾ ഏതൊക്കെ മേഖലയെ സംബന്ധിച്ചുള്ളതാണെന്നും ഹർജി കക്ഷിയെ അറിയിക്കണം. ഉത്തരവ് നടപ്പിലാക്കി നടപടി റിപ്പോർട്ട് PSC വിവരാവകാശ കമ്മീഷന് സമർപ്പിച്ചു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് വിവരാവകാശത്തിലൂടെ സമീപിക്കുന്ന അവസരത്തിൽ അത് PSCയുടെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുന്നതും PSCയുടെ സുതാര്യമായ പ്രവർത്തനങ്ങൾക്ക് അത് ബാധിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പല രേഖകളും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനെല്ലാം തന്നെ ഒരു മാറ്റം ആണ് ഈ ഉത്തരവിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായെങ്കിൽ PSC വഴി വിവരാവകാശം വഴി സമീപിച്ചാൽ അതിനുള്ള കൃത്യമായുള്ള മറുപടി PSCയിൽ നിന്ന് ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഈ ഉത്തരവിലൂടെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരുപറ്റം ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.